തെയ്യം ഉറഞ്ഞാടുകയായി. വ്രതനിഷ്ഠയിൽ കഴിഞ്ഞ കോലക്കാരൻ വർണ്ണവിസ്മയം തീർത്ത ആടയാഭരണങ്ങളും തിരുമുടിയുമണിഞ്ഞ് വെള്ളിശ്രീപീഠത്തിലും തിരുവായുധത്തിലും കുടികൊള്ളുന്ന ചൈതന്യത്തെ ആവാഹിക്കുമ്പോൾ കനലാടി നാട്ടുകൂട്ടത്തിനു മുന്നിൽ ദൈവമായി അവതരിക്കുന്നു. മണ്ണിലെ മനുഷ്യനെ വിണ്ണിലെ ദൈവം കൺകണ്ട് മഞ്ഞൾക്കുറി വിതറി അനുഗ്രഹം വർഷിക്കുകയാണ്. ഏറിയൊരു ഗുണം വരണം. മൗനമുദ്രിതമായ ആട്ടം കഴിഞ്ഞ് ഉരിയാട്ടം നടത്തുമ്പോൾ പൈതങ്ങളിൽ ചൈതന്യം ചുരിയുകയാണ്. ഏറിയൊരു ഗുണം വരണം. തൊട്ടുകൂടായ്മയിലും തീണ്ടിക്കൂടായ്മയിലും വിറകൊണ്ട കറുത്ത നാടുകളിൽ അടിച്ചമർത്തപ്പെട്ടവൻ അഗ്നിയിൽ ഉയർത്തെഴുന്നേറ്റ് ദൈവമായി മാറിയപ്പോൾ അരജനും അന്തണനും അവനെ നെഞ്ചിലേറ്റി ആരാധിച്ചു. പതിതന്റെ സങ്കടങ്ങൾ കേൾക്കാൻ അവനും ഒരു ദൈവമുണ്ട്. കനലാടി കാവിലുറയുമ്പോൾ മറയോനും പറയോനും ദൈവത്തിന്റെ ചെറുകുടി മക്കളായി. അവർണരെന്ന് മുദ്രകുത്തി ബ്രാഹ്മണ്യം പടിക്ക് പുറത്തു നിർത്തിയ ശാപജന്മങ്ങൾ തന്നെയാണ് ചായം പുരുട്ടി മുടിയണിഞ്ഞ് ദൈവങ്ങളായി എത്തുന്നത്. പച്ചമണ്ണിൽ നിന്നും ഉയർത്തിരുന്നേൽക്കുന്ന ദൈവങ്ങൾ. നീ തീണ്ടാപാടകലെ നിർത്തിയവൻ തന്നെ നിന്റെ രക്ഷകനാകും. സവർണന്റെ പടിപ്പുരയിൽ വിളങ്ങുന്ന സൗമ്യവർണ്ണങ്ങളില്ല തികത്തിൽ. ജീവിതത്തിന്റെ ചൂരും നിറഞ്ഞ കടും വർണ്ണങ്ങളിലുള്ള മുഖത്തെഴുത്തും ആടയാഭരണങ്ങളുടെ രക്തച്ചുവപ്പും ഉറഞ്ഞാടാൻ ഓലച്ചൂട്ടിന്റെ അഗ്നിവർണ്ണങ്ങളുമാണ് തെയ്യത്തിന്റെ ജീവനും ശോഭയും. മുപ്പത്തൈവർ ദൈവങ്ങളിൽ വിണ്ണിൽ നിന്നിറങ്ങുന്ന ദേവതമാരുണ്ട്. മണ്ണിൽ നിന്നുയരുന്ന മാനവ ജന്മങ്ങളുണ്ട്. പടയിൽ തെളിഞ്ഞ വീരന്മാരുണ്ട്. ചതിത്തീയിൽ പിറന്ന പ്രതികാര രൂപങ്ങളുണ്ട്. അമ്മ ദൈവങ്ങൾ, കാളികൾ, ചാമുണ്ടികൾ, നാഗകന്യകമാർ, വനദേവതമാർ, മന്ത്രമൂർത്തികൾ, ഇതിഹാസ പുരുഷന്മാർ, പരപൂർവികർ, അടിച്ചമർത്തപ്പെട്ടവർ, ഇവരെല്ലാം പറഞ്ഞാൽ തീരാത്തത്ര പഴങ്കഥകളുമായി അവർണന്റെ സമാനതകളില്ലാത്ത ആത്മാവിഷ്കാരമായി വടക്കരുടെ മനസ്സിന്റെ നടുത്തളങ്ങളിൽ ദൈവങ്ങളായി ഉറഞ്ഞാടുന്നു. മറുതലകളുടെ മാറാപ്പകയും ഇണയുടെ ഇഷ്ടാനിഷ്ടങ്ങളും അമ്മയുടെ അതിരില്ലാത്ത വാത്സല്യവും അനശ്വരമായി ആവിഷ്കരിക്കപ്പെടുകയാണ് തെയ്യങ്ങളിലൂടെ. ഉത്തര കേരളത്തിലെ കാവുകളിലും കഴകങ്ങളിലും മറ്റ് ദിവ്യ സങ്കേതങ്ങളിലും അതാത് സമുദായങ്ങൾ തങ്ങളുടെ ആരാധനാമൂർത്തിയെ കുടിയിരുത്തി ആരാധിച്ചു പോകും. ഈ പരദേവതമാരിൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ശക്തിസ്വരൂപിണിയും കാരുണ്യദായിനിയും നിത്യകന്യകയുമത്രേ പരമേശ്വരപുത്രി ശ്രീ മുത്തിലോട്ട് ഭഗവതി. ആചാരാനുഷ്ഠാനങ്ങളിലെ പ്രത്യേകതകൾ കൊണ്ട്
കളിയാട്ട ചടങ്ങുകളിലെ വൈവിധ്യം കൊള്ളുന്നു. മറ്റ് തെയ്യക്കോലങ്ങളിൽ നിന്നും വ്യത്യസ്തയത്രേ ഭുവനേശ്വരി ശ്രീ മുച്ചിലോട്ടമ്മ. തീർത്താൽ തീരാത്തത്ര മുറിപ്പാടുകളുമായി അപമാനഭാരത്താൽ നെഞ്ചകം പൊട്ടി ആത്മത്യാഗത്തിന്റെ തീക്കനലിൽ എരിഞ്ഞ് അഗ്നിശുദ്ധി വരുത്തി പരമേശ്വരപുത്രിയായി, സാന്ത്വന പെരുമഴയായി, അനുഗ്രഹവർഷമായി ജനപഥങ്ങളുടെ സ്വപ്നങ്ങൾക്കും പ്രത്യാശകൾക്കും മഞ്ഞൾ കുറിച്ചാർത്തുന്നു ഈ ഭുവനേശ്വരി തമ്പുരാട്ടി.